ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനല്ല കേട്ടോ, ഏട്ടൻ മൂകാംബികയെ പോയിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവിടുന്ന് ഏട്ടനെടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഇതിൻ്റെ മുന്നേ ഒരു 2020 പോയ കുറച്ച് ഫോട്ടോസും ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ പിന്നെ ആ ഫോട്ടോസൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ ഉള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഏട്ടനൊക്കെ മൂകാംബികയെ അവിടുത്തെ കുറേ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുടജാദ്രി പോവാണ് കേട്ടോ ഏട്ടന്. അപ്പോൾ കുടജാദ്രിയാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ധർമ്മസ്ഥല പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അവർ മൂകാംബികയിൽ നിന്ന് കുടജാദ്രി പോവുകയാണ് കേട്ടോ. ജീപ്പിനാണ് പോണത്. ജീപ്പിൽ 8 ആൾക്കാരാണ് കേട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ പോയിരുന്നത്. ഞങ്ങളൊരു ബസ് ആൾക്കാരൊക്കെയാണ്, അങ്ങനെ റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ബസ്സിനൊക്കെ ആയിട്ടാണ് പോവൽ, അല്ലെങ്കിൽ ട്രെയിനിനോ അങ്ങനെയൊക്കെയാണ് പോവൽ. അപ്പോൾ എല്ലാവരും കൂടെ പോകുമ്പോൾ അങ്ങനെ ജീപ്പിനല്ല കേട്ടോ ഞങ്ങൾ പോവൽ. ഞങ്ങൾ വേറൊരു വഴി ഉണ്ടായിരുന്നു, നടന്ന് പോണൊരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഒരു പ്രാവശ്യമായിട്ടാണ് പോയിട്ടുണ്ട്. ഞാൻ അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനന്ന് പ്രഗ്നൻ്റ് ആയിട്ട് അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല ആ പ്രാവശ്യം. അപ്പോൾ ഇതേനെ ഞാൻ പോയിട്ടില്ല കേട്ടോ അതുവരെ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ രാവിലെ 6 മണിക്ക് പിന്നെ മൂകാംബികയിൽ നിന്നൊരു KSRTC ഉണ്ട് ബാംഗ്ലൂർക്ക് പോണത്. അപ്പോൾ ആ വഴി പോകുമ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എന്തോ ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല, അവിടെ ഇറങ്ങുക. അപ്പോൾ ഒരു കാട്ടുകൂടുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവിടെ എത്തും. അപ്പോൾ 8 മണിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഉച്ചയ്ക്ക് ആവാൻ നേരത്താണ് കുടജാദ്രി എത്തുക കേട്ടോ. അപ്പം അത്രയും ദൂരമുണ്ട്. അപ്പം നടന്നിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. നല്ലോണം ക്ഷീണിക്കും. ഇവിടെ തിരിച്ച് പിന്നെ ബസ്സിന് തന്നെ ലൈൻ ബസ്സിനാണല്ലോ പോരുന്നത്. അപ്പോൾ തിരിച്ച് 5 മണീൻ്റെ ബസ്സാകുമ്പോഴത്തേനും നമ്മൾ കുടജാദ്രിയും അതുപോലെ തന്നെ ചിത്രമൂല എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ അനുവാദമില്ലാതൊന്നും അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിത്രമൂലയും കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോരൽ. അപ്പോൾ മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുത്തും നടന്നും അവർക്കൊക്കെ ഭയങ്കര ക്ഷീണമാവൂലേ. കുറച്ച് സമയം നടക്കും, പിന്നെ കുറച്ച് സമയം എടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയാണ് കേട്ടോ ബസ്സിന് പോകാനുള്ള വഴി കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങൾ നടന്ന് പോകുന്ന സ്ഥലം. പക്ഷേ അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അന്നൊന്നും പിന്നെ നമുക്ക് അങ്ങനെ യൂട്യൂബ് തുടങ്ങണതും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. കുറച്ച് ഫോട്ടോസ് ഏട്ടൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. അതാ പോലെ കാട്ടുവഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോന്നിട്ടുണ്ടായിരുന്നത്. ഓരോ വടിയും കയ്യിൽ പിടിച്ചും കണ്ട് കണ്ടോ, ഓരോരുത്തരുടെ കയ്യിൽ വടിയും കുപ്പി സാധനങ്ങളും ഒന്നും കഴിക്കാനൊന്നും കിട്ടൂല. നമ്മൾ കൊണ്ടുപോകണത് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാനുള്ളതും മക്കൾക്കുള്ളതും ഒക്കെ നമ്മൾ പിന്നെ കൈ പിടിച്ചിട്ടാണ് പോവൽ. ഇത് അവിടെ ഉള്ളൊരു കുടജാദ്രിയുള്ളൊരു കോളാണ് കേട്ടോ. പിന്നെ ഏട്ടനൊക്കെ കുടജാദ്രി തൊഴുതിട്ട് നേരെ പോയിട്ടുള്ളത് ശങ്കരാചാര്യ പീഠത്തിലേക്കാണ് കേട്ടോ. അവിടെയാണ് ശങ്കരാചാര്യർ പിന്നെ തപസ് ചെയ്ത് ദേവീനെ പ്രത്യക്ഷപ്പെടുത്തിയെന്നാണ്. അപ്പോൾ നമ്മൾ കുടജാദ്രിയിൽ നിന്ന് പിന്നെയും നടക്കാനുണ്ട് കേട്ടോ. ഒത്തിരി കാട്ടുകൂടെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കൊക്കേൻ്റെ സൈഡിൽ കൂടെയാണ് നടക്കൽ. പോയവർക്ക് എന്തായാലും അറിയാം. പോവാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് അവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സുഖമാണെന്നറിയോ, മനസ്സിന് വല്ലാത്തൊരു ഫീലിങ്സാണ്. അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെയിലുണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ ക്ഷീണിക്കില്ല കേട്ടോ. അവിടെ എത്തി അവിടെ അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊന്നും കയറാറില്ല. കാരണം ഭയങ്കര റിസ്ക്കാണ് കയറി നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാലുവേദനയും മുട്ടുവേദന ഉള്ളവരൊന്നും മിക്കവാറും കയറാറില്ല കേട്ടോ. പക്ഷെ ഞങ്ങളെ കൂടെ പോരുന്നവർ എല്ലാവരും പോരലുണ്ട്. ആരും അങ്ങനെ പോരാതിരിക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൂകാംബികയിൽ വരുമ്പോൾ കുടജാദ്രി ഒന്ന് തൊഴുകണം എന്നാണ് പറയുക കേട്ടോ. കാരണം പിന്നെ മൂലസ്ഥാനം ഇവിടെയാണെന്നാണ് പറയുക. ഇവിടെയല്ല, കുടജാദ്രി കേട്ടോ. അത് സർവജ്ഞപീഠമാണ്. ഞങ്ങളിപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പോകും. മിക്കവാറും ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ പ്രഗ്നൻ്റ് ആകുമ്പോഴും അങ്ങനത്തെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പോവാതിരിക്കാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും. അന്ന് പക്ഷേ ഞങ്ങൾ കുടജാദ്രി കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഏട്ടൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി. നമുക്കവിടെ കയറി ഇരിക്കുക, കുറേ സമയം ഇരിക്കുക, എത്ര സമയം വേണമെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയാണ് ചിത്രമൂല ഉള്ളത്. പക്ഷേ ചിത്രമൂലയ്ക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല കേട്ടോ. അതും തന്നെ ഒരു മലേൻ്റെ മുകളിലായിട്ട് പിന്നെന്താ പറയുക, പാറേൻ്റെ ഇടയിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ശിവൻ്റെ ഒരു
പ്രതിഷ്ഠയാണ്. പിന്നെ അതാ ഏട്ടനൊക്കെ ഇത് ധർമ്മസ്ഥല പോയതാണ് കേട്ടോ. അപ്പോൾ ധർമ്മസ്ഥലയിലുള്ള ഭിക്ഷയാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഏട്ടനൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതേപോലെ തന്നെയാണ് മൂകാംബികയിലും കേട്ടോ, പക്ഷേ പ്ലേറ്റ് ആണെന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പിന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയി വാങ്ങി ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇതേപോലെയായിരുന്നു ആദ്യം മൂകാംബികയിൽ കേട്ടോ, ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇനിയും കുറേ കാര്യങ്ങൾ മൂകാംബികയെക്കുറിച്ച് പറയാനും അറിയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്